നമസ്കാരം. നവംബർ മാസം അവസാനിക്കുകയാണ്. ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. മറ്റന്നാളാണ് ഡിസംബർ 1 വരുന്നത്. ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം അല്പം അനുകൂലം തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. പൊതുഫലപ്രകാരം ഡിസംബർ മാസത്തിൽ അനുകൂലമായ നക്ഷത്രക്കാർ ഇവരാകുന്നു. മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പലവിധ വിഷമങ്ങൾ സാമ്പത്തികപരമായോ അല്ലാതെയോ ഉണ്ട്. അതെല്ലാം തരണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഡിസംബർ മാസം നോക്കുമ്പോൾ ഇവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാരണം തൊടുന്നതായ ചില കാര്യങ്ങൾ പൊന്നായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. കൂടാതെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുക, കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, തൊഴിലിടത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ പോലും തേടിയെത്താവുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കണം. ശുഭമുഹൂർത്തങ്ങൾ വന്നു ചേരാം. കൂടാതെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. പൊതുപ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യം. ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിധിയിൽ ഉയർച്ച നേടുക, വിധിയിൽ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നോക്കുമ്പോൾ ഡിസംബർ മാസം അനുകൂലം തന്നെയാണ്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക എന്ന് തന്നെ പരാമർശിക്കാം. സമയം തെളിഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യം. കാരണം പലവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് പോന്നിരുന്നവരാണ് ഇവർ. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ശുഭവാർത്തകൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം ഐശ്വര്യം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. യശസ് കീർത്തി വന്നു ചേരും. തലവര തെളിയുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നതായ ചില ഫലങ്ങളാണ് ഈ മാസം വന്നു ചേരുക. സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ വളർച്ച, വിധിയിൽ ഉയരുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. വിധിയിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തടസ്സങ്ങൾ ഒഴിയുകയും ആ കാര്യങ്ങളിൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പൊതുവിൽ ഡിസംബർ മാസം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം യശസ് കീർത്തി എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. വളരെ കാലമായി ഉയർച്ച ഇല്ലാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ ഒരു സമയമാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നതും വാസ്തവമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്.
പ്രത്യേകിച്ചും പണം ഇറക്കിയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഉയർച്ചയുടെ നാളുകളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നും അല്പമെങ്കിലും മോചനം അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം അനുകൂലമാകുവാനും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനുമുള്ള സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചോതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ ഡിസംബർ മാസം അനുകൂലമാണ്. വളരെയധികം പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നവരാണ് ഇവർ. പ്രത്യേകിച്ചും ഇവർക്ക് വളരെ നാളായി ഉയർച്ചകൾ ഇല്ലാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ മാസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരും. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ബിസിനസ് പരമായ ലാഭം നേടിയെടുക്കുക, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം, പ്രശംസ നേടിയെടുക്കുക, യശസ് കീർത്തി വർദ്ധിപ്പിക്കുക, നിങ്ങൾ വീടിന്റെ ഭാഗ്യമായി മാറുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അംഗീകാരങ്ങൾ പോലും തേടിയെത്താം. ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് വന്ന് ഭവിക്കുക എന്ന കാര്യം ഓർക്കണം. സമ്പാദ്യശീലം പോലും ആരംഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടങ്ങൾ പോലും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർക്കണം. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്നതായ കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച വിജയങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അവസരങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഇല്ലാത്തതായ അവസ്ഥ മാറും. സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഏറ്റിട്ടുള്ളതായ പലവിധ കുത്തുവാക്കുകൾ, വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കുകയോ അല്ലെങ്കിൽ അവര് തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ചില കാര്യങ്ങൾ, പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പം പരിഹരിക്കുവാൻ സാധിക്കുക, കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടതായ അവസ്ഥകൾക്ക് മാറ്റം വരിക, അംഗീകാരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുക, സന്താന ഭാഗ്യം, പ്രണയ സാഫല്യം തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാം. കാര്യവിജയങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. മികച്ചതായ മുന്നേറ്റങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ ധനപരമായും തൊഴിൽപരമായും വിധിയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സാഹചര്യം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രധാനമായും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരം ലഭിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. മനസ്സിൽ പലവിധ ദുഃഖങ്ങളുണ്ട്. പല വ്യക്തികളിൽ നിന്നും ഏറ്റതായ തിരിച്ചടികൾ അല്ലെങ്കിൽ ചില വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ, വഴിമുടക്കുകൾ ഉണ്ട്. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. കുടുംബത്തിൽ പോലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില ഒറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്കുണ്ട്. ഇത്തരം വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഡിസംബർ മാസം.
ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. അതിനാൽ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബദേവതയെ ആരാധിക്കുകയും സാധിക്കുന്നവർ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ, പ്രത്യേകിച്ചും എണ്ണ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ്. ഈ സമയം നിങ്ങൾക്ക് തൊടുന്നതെല്ലാം പൊന്നായി മാറുവാനുള്ള സാധ്യത വർദ്ധിക്കും. കൂടാതെ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിലിടത്ത് സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ തേടിയെത്താം. ശുഭമുഹൂർത്തങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുന്ന സമയമാകുന്നു. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായ വളർച്ച വന്നു ചേരാം. വിദ്യയിൽ ഉയരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഉയർച്ച വന്നു ചേരും. ശുഭവാർത്തകൾ തേടിയെത്താം. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ ഇവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, പിന്തുണ, സഹായം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താത്തതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട്. പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന തോന്നലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുവാൻ സാധിക്കും. വളരെയധികം തീരുമാനങ്ങൾ, അതായത് ശ്രദ്ധിച്ചെടുക്കേണ്ടതായ ചില തീരുമാനങ്ങൾ ഈ സമയം വന്നു ചേരാം. അത് ശ്രദ്ധയോടെ തന്നെ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് നിങ്ങൾക്ക് നേട്ടങ്ങളായി മാറുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. തൊഴിൽ രംഗത്ത് കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സഹായധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുക, സമ്പാദ്യശീലം ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഏകാഗ്രത കൈവരിക്കുവാൻ ഒരു പരിധി വരെ സാധിക്കുന്ന സമയമാകുന്നു. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരവും സന്തോഷകരമായ നിമിഷങ്ങളും കടന്നു വരാം. എന്നാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഇപ്രകാരം തന്നെ മുന്നോട്ട് പോവുക. അതേപോലെ പ്രാധാന്യമുണ്ട് മറ്റു ചില കാര്യങ്ങൾക്കും. ഈ സമയം സാക്ഷാൽ അയ്യപ്പ സ്വാമിയെ ആരാധിക്കേണ്ടതും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ദേവിയെ ഭജിക്കുന്നതിനും. അതിനാൽ തീർച്ചയായും ഈ സമയം ദേവിയെ ഭജിക്കുക. അടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതേപോലെ മഹാലക്ഷ്മി ദേവിയെ കൂടി ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.